ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെൻസി ക്യാബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, 19-ാം തീയതി. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ 8 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 8:07 നമുക്ക് ആപ്പുകളെല്ലാം ഓൺ ചെയ്യാം. ഇന്നത്തെ ട്രിപ്പ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇന്നലെ കാലി അടിച്ച് ഓടേണ്ടി വന്നു വീട് വരെ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം യാത്രയിൽ നിന്ന് തന്നെ തുടങ്ങാം. യാത്രയിൽ വല്ല ട്രിപ്പ് അടിച്ചാൽ പറയാൻ പറ്റില്ല. ഓക്കെ, യാത്രയപ്പോൾ ഓൺലൈനായിട്ടുണ്ട്. ഇത് ചില സമയത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൺലൈനാവും, ചില സമയത്ത് നമ്മൾ ഓൺലൈൻ ആക്കേണ്ട അവസ്ഥയുണ്ട്. ഓല ക്യാബ്സും ഓൺലൈൻ ആക്കണേ, ഓൺ ഡ്യൂട്ടി. അതൊന്നാക്കിയേക്കാം. ഇനി യൂബർ ഓൺ ചെയ്യാം. ഇന്നലെ യൂബർ ഓൺ ചെയ്തപ്പോൾ തന്നെ അടിച്ചായിരുന്നു. ഇന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഡിസ്മിസ് ചെയ്തിട്ടൊക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് ഏത് അടിക്കണേന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഓഫ് ഡ്യൂട്ടി ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഏതാ അടിക്കണേന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ആദ്യത്തെ ട്രിപ്പ് കിട്ടി. യൂബറിലാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം പോയി പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ യൂബറിൽ എടുത്ത ട്രിപ്പ് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആലുവ മെട്രോ സ്റ്റേഷനിലേക്കായിരുന്നു ഡ്രോപ്പ്. ഇപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കാരത്തൊഴി ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ള റോഡിൽ പാർക്ക് ചെയ്തിട്ടൊക്കെയാണ്. ഇനി ഇവിടുന്ന് എപ്പോഴാണ് ട്രിപ്പ് അടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആലുവയിൽ നിന്ന് ട്രിപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ ഇത് ക്യാബും ഇപ്പോൾ വെയിറ്റ് ചെയ്തൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തോരം സമയം വെയിറ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. നല്ല പോസ്റ്റ് കിട്ടുന്ന സ്ഥലമാണ് ആലുവ. അത് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ലക്കാണ്. അതായത് അധികം വെയിറ്റ് ചെയ്യിക്കാതെ ഇപ്പം തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ലക്കാണ്. അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം ഏതിലാണ് ഫസ്റ്റ് അടിക്കുന്നത്, എപ്പോഴാണ് കിട്ടണതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടുന്ന് ഓട്ടം കിട്ടിയിട്ടുണ്ട്. ഒല ക്യാബിലാണ് അടിച്ചേക്കുന്നത്, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം. ബ്രഹ്മപുരത്തേക്കാണ് ഓട്ടം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ആലുവയിൽ നിന്ന് ഒല ക്യാബ് ട്രിപ്പ് അടിച്ചത് ബ്രഹ്മപുരത്തേക്കായിരുന്നു. അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കണ എമൗണ്ട് എന്ന് പറയുന്നത് 481 രൂപയാണ്. 481 രൂപ നമുക്ക് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കളക്ട് ചെയ്തത് 659 രൂപയാണ് കളക്ട് ചെയ്തത്. 649 രൂപ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്തു. നമുക്ക് കിട്ടിയത് 481 രൂപ. ഇപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് രണ്ടാമത്തെ ട്രിപ്പ് അടിച്ച അതേ സെയിം സ്ഥലത്ത് തന്നെ ഞാൻ എന്തിട്ടാണ് മീൻസ് രണ്ടാമത്തെ ട്രിപ്പ് ഇന്നലെ അടിച്ചത് ഇൻഫോ പാർക്കിൽ ഫേസ് 2ലേക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പാർക്ക് ചെയ്ത അതേ സ്ഥലത്ത് അതേ ടെമ്പോ ട്രാവലറിൻ്റെ ബാക്കിൽ ഞാൻ വീണ്ടും പാർക്ക് ചെയ്തേക്കാണ്. അതും കറക്റ്റ് അതേ സ്പോട്ടിൽ, ബ്രഹ്മപുരം പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള മറ്റേ വട്ടവൻ്റെ ബാക്കിലുള്ള അതേ സെയിം പൊസിഷനിൽ, ഇന്നലത്തെ അതേ പൊസിഷനിൽ ഞാൻ വീണ്ടും പാർക്ക് ചെയ്യാണ്. ഇന്ന് എന്തിട്ടാണ് ആരാ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടണമെന്ന് നോക്കാം. എന്തായാലും എനിക്ക് ലക്കുണ്ടെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ആലുവയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അടിക്കാൻ, ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ആലുവയിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ പോകുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ വണ്ടികൾ വെയിറ്റ് ചെയ്തൊക്കെ. ഇനി അത് യൂബർ മാത്രമേ ഉള്ളൂ എന്ന് അറിയത്തില്ല അവർക്ക്. എന്തായാലും എനിക്ക് ട്രിപ്പ് അടിച്ചു. അത് വല്ലാത്ത ഇതായിപ്പോയി. കാരണം വെച്ചാൽ ലഗേജസ് ഇഷ്ടം പോലെ ഉണ്ടായി. അതും പകുതിയും മറ്റേ ആന്ധ്രക്കാരാണേ. അപ്പോൾ അറിയാലോ, അവർ കഴിക്കാൻ അരി വരെ കൊണ്ടുവരും. മറ്റേ ഇത് ഫാക്ടറിയിൽ വർക്ക് ചെയ്യണ ടീംസാണ് ബ്രഹ്മപുരത്ത്. അപ്പോൾ നല്ല പോലെ സാധനങ്ങൾ എത്ര 2-3 ബാഗും പിന്നെ കുറേ ചാക്കിൽ സാധനങ്ങൾ കെട്ടി പോയി ഞാൻ കൊണ്ടുവന്നത്. എങ്ങനെയൊക്കെ കയറി, വണ്ടി നല്ല ഹെവി ലോഡായിപ്പോയി. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് എപ്പോഴാണ് ട്രിപ്പ് കിട്ടണമെന്ന് നോക്കാം. കണ്ടിട്ട് ഇത്തിരി വെയിറ്റിംഗ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് 2 ട്രിപ്പിലും കൂടെ ഇപ്പോൾ കിട്ടിയേക്കണ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 600 രൂപയോളം കിട്ടിയിട്ടുണ്ട്.
അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇൻഫോ പാർക്കിൽ നിന്ന്. ഇത് ഏത് ഭാഗത്താണെന്നാണ് ഒരു ഡൗട്ട്, കണ്ടിട്ട് ഒരു ക്ലിയർ ആവണില്ല. ശരി, അപ്പോൾ നമുക്ക് പോയി ട്രിപ്പ് എടുക്കാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇൻഫോ പാർക്കിൽ ട്രിപ്പ് എടുത്തതിന് ശേഷം ഒരു ട്രിപ്പും കൂടെ കിട്ടി. അത് ഒല ക്യാബിൽ നിന്നാണ്. പിന്നെ ഇൻഫോ പാർക്കിലെ ട്രിപ്പ് ഇന്നലത്തെ അതേ സ്പോട്ടിൽ നിന്ന് തന്നെയായിരുന്നു. അതായത് നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പോസിറ്റുള്ളൊരു ഫാക്ടറിയിൽ നിന്നായിരുന്നു. പക്ഷേ ഇന്നലെ പോലെ തന്നെ എനിക്ക് ഇന്നും കറങ്ങേണ്ടി വന്നു 1 കിലോമീറ്ററോളം. പിന്നെ അതിനുശേഷം അത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും വണ്ടിയുടെ ഡീസൽ കുറവായിരുന്നു. അപ്പോൾ ഡീസൽ അടിക്കാൻ വേണ്ടി നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ദർബാർ ഖാൻ്റെ അവിടെ ഇന്ത്യൻ ഓയിൽ പമ്പിലേക്ക് പോകാനായിട്ട് മീൻസ് MG റോഡ് സിഗ്നലിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് മറ്റേ ഇങ്ങോട്ടേക്ക് നമ്മുടെ ബോൾഗാട്ടിയിലേക്ക് ഗ്രാൻഡ് ഹയത്തിലേക്ക് ട്രിപ്പ് കിട്ടി. അത് ഒല ക്യാബിൽ നിന്നാണേ. ഇപ്പോൾ എന്തിട്ടാണ് അത് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ അവിടെ മറ്റേ ഭാരത് പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ അടിച്ച് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ പ്രസ്റ്റീജ് കോട്ടയാടിൻ്റെ ഓപ്പോസിറ്റ് സർവീസ് റോഡിൽ വെയിറ്റിംഗ് മറ്റേ വണ്ടി ഒതുക്കിയൊക്കെയാണ്. നല്ല വെയിലുണ്ട് ഇവിടെ. തണലാവണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ വെയിൽ മറിക്കാനുള്ള സംവിധാനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിരുന്നാലും വെയിൽ ഒരു ചൂടുണ്ടാവും എപ്പോഴും. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വിടർത്തിയിടാം. പിന്നെ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കണ വരുമാനം ഒല ക്യാബിൽ 651. ഇതായി കിടക്കുക. ഒല ക്യാബിൽ 651. പിന്നെ യൂബറിലാണ് ഇന്ന് ഏറ്റവും കുറവ്. യൂബറിൽ 370 രൂപ. അപ്പോൾ ഏകദേശം ഒരു 1010 ആ റേഞ്ച്, 1000-ന് മേളിലേക്ക് 1000 ആ റേഞ്ച് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കളക്ഷൻ. ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഉള്ള സെറ്റപ്പിലാണ്. ഇവിടെ വെയിലടിക്കണോണ്ട് എന്നെ മറിക്കാനായിട്ട് ചെയ്തൊക്കെയാണ്. ഇത് മറ്റേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. പക്ഷേ ഇത് ഭയങ്കര വേസ്റ്റായി പോയെന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇത് മര്യാദയ്ക്ക് ഇരിക്കത്തില്ല. ഇതിനേക്കാളും വില കൂടിയതുണ്ടായിരുന്നു, മറ്റേ നന്നായിട്ട് ഷാർപ്പ് പോലെ ഇരിക്കണത്. അത് മേടിച്ചാൽ മതിയായിരുന്നു, ടൈറ്റായിട്ട് ഇരിക്കണത്. ഇത് വിലക്കുറവുകൊണ്ട് ഇത് മേടിച്ചാണ്. പണി പാളിപ്പോയി. കുഴപ്പമില്ല, എന്നാലും നമ്മളെ അത്യാവശ്യ യൂസിന് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആപ്പുകളൊക്കെ ഓൺ ചെയ്യാം. അതിന് മുമ്പായിട്ടൊന്ന് ഞാനിപ്പോൾ AC ഇട്ടാക്കിയാണ്. നല്ല ചൂടുമുണ്ട്. പിന്നെ അത് പോരാത്തതിന് ഈ സ്പ്രേ അപ്ലൈ ചെയ്യാനായിട്ട് അത് AC ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ അകത്ത് മൊത്തം ഇതായിക്കോളും, മണം ഒന്ന് സെറ്റായിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ആപ്പ് ഓൺ ചെയ്യാം. ഇവിടെ ഇപ്പോഴും വെയിൽ തന്നെയാണ്. ഒന്ന് കുറച്ചും കൂടെ ടൈം, ഒരു അരമണിക്കൂറും കൂടെ പിടിക്കുന്നുണ്ട് വെയിലൊന്നും വരാം. അപ്പം നമുക്ക് ഓരോ ആപ്പുകളായിട്ട് ഓൺ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഓൺ ചെയ്യണ അത് എപ്പോഴും യാത്ര ക്യാബായിരിക്കുള്ളൂ. നമ്മുടെ സ്വന്തം യാത്ര ക്യാബ്, മെയ്ഡ് ഇൻ ഇന്ത്യ. അതിനുശേഷം ഒല ക്യാബ്, അതും മെയ്ഡ് ഇൻ ഇന്ത്യ. ഇനി യൂബർ. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി വിദേശിയാണ്. പക്ഷേ ഈ ബാക്കിയുള്ള ആപ്പുകൾ വരാൻ കാരണം ഈ യൂബറുണ്ടോ, ഇതിൻ്റെ ഒരു മോഡലിലാണ് ഈ ബാക്കി എല്ലാ ആപ്പുകളും വന്നേക്കുന്നത് തന്നെ. അതിന് ഇവർക്കൊരു കയ്യടി തന്നെ കൊടുക്കണം. എന്തിനും നമ്മുടെ എന്തിട്ടാണ് നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനെ ഒരു ആശയം വന്നിട്ടുണ്ടായില്ല. ഈ യൂബർ വന്നതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഓരോ ആപ്പുകൾക്കും ഇങ്ങനെ ട്രയൽ റണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനൊരു കയ്യടി യൂബറിന് കൊടുക്കണം, ഇങ്ങനൊരു ആശയം അവതരിപ്പിച്ചതിന്.
പക്ഷേ കമ്മീഷനും മറ്റു കാര്യങ്ങളിലാണ് നമുക്ക് ബുദ്ധിമുട്ട്. ചില സമയത്ത് തോന്നിയ പോലുള്ള ഫീസ് ഈടാക്കൽ അങ്ങനെയൊക്കെ അത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് യൂബർ ഓൺ ചെയ്തില്ല എന്ത് കോമഡി. അപ്പോൾ യൂബർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഏതിലാണ് അടി കിട്ടണേന്ന്. അപ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. പ്രസ്റ്റീജ് നെപ്റ്റ്യൂണിൽ നിന്നാണ്, നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന ഫ്ലാറ്റിൽ നിന്നാണ്. അപ്പോൾ പോയി എടുക്കാം. ഇനി ഏത് ബിൽഡിങ്ങാണെന്ന് അറിയണമല്ലോ. ഓക്കെ, നമുക്കപ്പോൾ എടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ക്യൂൺ വാക്വേഡ് അവിടെ നിന്ന് പ്രസ്റ്റീജ് നെപ്റ്റ്യൂണിൽ നിന്ന് എടുത്ത ട്രിപ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാലാരിവട്ടത്തായിരുന്നു ഡ്രോപ്പ്. ഞാൻ പക്ഷേ ഇപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടം പൈപ്പ് ലൈൻ റോട്ടിലാണ്, നമ്മുടെ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള ചെമ്പൂക്ക് ആ സൈഡ്. അപ്പോൾ അതിൽ കിട്ടിയ എമൗണ്ട് 217 രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഇതുവരെ ഇടയിൽ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. നമുക്കപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സ്കൂൾ ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത ട്രിപ്പും അടിച്ചിട്ടുണ്ട്. LR ഹോംസിൽ നിന്നാണ്, സൗത്തിലേക്കാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാം. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാലാരിവട്ടത്തു നിന്നുള്ള ട്രിപ്പ് എടുത്ത് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. അത് ബാക്ക് എൻട്രൻസിലേക്കായിരുന്നു. പക്ഷെ അത് ആളെ പിക്കപ്പ് ചെയ്യാൻ പോയത് ഇത്തിരി ചടങ്ങായി പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോട്ടിലേക്ക് കയറണം, മീൻസ് പൈപ്പ് ലൈൻ റോട്ടിൽ നിന്ന് മറ്റേ ജേർണലിസ്റ്റ് നഗറിലേക്കാണ് കയറേണ്ടത്. ആ റോഡിൻ്റെ അവിടെ ആണെങ്കിൽ മറ്റേ ഇത് കട്ട് ചെയ്തിട്ടേക്കണം റോഡ്. മീൻസ് എന്താ പറയുക, ഇത് കട്ട് നിർത്താനാ വേറെന്തോ പരിപാടിക്ക് വേണ്ടി അവിടെ കട്ട് ചെയ്തിട്ടേക്കണം. ആ വണ്ടി പോകത്തില്ല. കസ്റ്റമറെ വിളിച്ചിട്ടാണെങ്കിൽ കസ്റ്റമറും എടുക്കല്ല. ഏറ്റവും അവസാനം എന്തിട്ടും ശരി അപ്പുറത്ത് മരോട്ടിച്ചോട് വഴി പോകാമെന്ന് വെച്ചാൽ, അപ്പോൾ ആ സമയത്താണ് ഭാഗ്യത്തിന് കസ്റ്റമർ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ആ കട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വന്ന് നിന്നാൽ മതി, ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും അവസാനം കസ്റ്റമറെയും കൊണ്ട് പോന്നു. കസ്റ്റമർക്ക് 4:20 ട്രെയിൻ. 4:10 നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് മാറി നമ്മുടെ ഇപ്പുറത്ത് ജവഹർനഗറിൽ ഗാന്ധിനഗറിലാണ് ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, ഓട്ടവും ടാക്സിയൊക്കെ ആയിട്ട്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ട്രിപ്പ് നോക്കാം. ഇപ്പോൾ മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്, പേയ്മെൻറ്റ് 2 ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. വെറും 250 രൂപ കൊണ്ടായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും വിളി വന്ന്, അപ്പോഴത്തേക്കും മെസ്സേജ് അയക്കുക അവർ. എന്തുട്ടാണ് 254 രൂപ ആയപ്പോൾ തന്നെ മെസ്സേജ് അയക്കുക 2 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് നടന്നു. എന്താണല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്കാണ്, രവിപുരത്തേക്കാണ്. ഇത് എവിടെ നിന്നാണ്? MIG ആൻഡ് കോളനി ഇളംകുളം, തൊട്ടടുത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ പോയി എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കടവന്ത്രയിലെ ട്രിപ്പ് എടുത്തതിന് ശേഷം ഇപ്പോഴാണ് ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അതായത് അടുപ്പിച്ച് കുറേ 3-4 ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് കടവന്ത്രയിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ടേക്ക് അടിച്ചത്, അറ്റ്ലാന്റിക് ജംഗ്ഷനിലേക്ക് അടിച്ചു. പിന്നെ അവിടെ നിന്ന് പിന്നെ നേവൽ ബേസിൽ നിന്ന് മുളവാട്ടിലേക്ക് അടിച്ചു. പിന്നെ ബോൾഗാട്ടിൽ നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, അത്രം വരെ യൂബറിലാണ് അടിച്ചത്. അതിനുശേഷം നമുക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ യാത്രയിൽ നിന്ന് പെട്ടെന്ന് ട്രിപ്പ് കിട്ടി. അതും ചേരാനല്ലവർക്ക് പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്തു. ഭാഗ്യത്തിന് കിട്ടി. ഇപ്പോൾ വീഡിയോ തുടങ്ങിയിട്ട് ഉള്ള ആദ്യത്തെ ഫസ്റ്റ് യാത്രാ ട്രിപ്പാണ് ഇന്ന് കിട്ടിയത്. കാണിച്ചു തരാം. 317 രൂപ കിട്ടി. അത് ചേരാനല്ലവർക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേരാനല്ലൂരത്തെ യാത്രാ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത് അവിടെ വെച്ച് യൂബർ ഓൺ ചെയ്തായിരുന്നു. അപ്പോൾ ലുലു മള്ളിലേക്ക് അടി കിട്ടി. അപ്പോൾ ഇപ്പോൾ എവിടെ നിൽക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തടിപ്പാലം സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ പത്തടിപ്പാലം അശോക് ലൈലാൻഡിൻ്റെ
കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. സോറി, അത് അശോക് ലൈലാൻഡ് അവിടെ. സോറി, മാറിപ്പോയി. അശോക് ലൈലാൻഡിൻ്റെ ഷോറൂമിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് മിൽമയുടെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കണത്, വെയിറ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത്ര നേരമായി ഹോം ഡെസ്റ്റിനേഷൻ ഇടാം. കാരണം ഇന്നലെ ഹോം ഡെസ്റ്റിനേഷൻ ഇടാതെ എറണാകുളം വരെ പോയതൊന്നും ഇന്നലെ ഒന്നും കിട്ടിയില്ല, കാലിയടിച്ച് പോകേണ്ടൊന്നും. എന്തായാലും ഇപ്പോൾ എടപ്പള്ളി വരെ എത്തിയില്ലേ, ഇനിയിപ്പോൾ ഹോം ഡെസ്റ്റിനേഷൻ ഇടാം. ഭാഗ്യം ഹോം ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ട്. ഇന്ന് വലിയ റഷില്ലെന്ന് തോന്നുന്നു. ഇന്നത്തെ എയർപോർട്ടിലേക്കുള്ള ഡെസ്റ്റിനേഷൻ ഇടാം. ഒന്നല്ലെങ്കിൽ ഒരു 500 രൂപയെങ്കിലും കിട്ടുമല്ലോ. ഓക്കെ. അപ്പോൾ രണ്ടിലും ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് യാത്രയിലും കൂടെ നമുക്ക് ഹോം ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ അത് 1/2 മണിക്കൂറേ ഉള്ളൂ ഹോം ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലും കൂടെ ഒന്ന് ഇട്ടേക്കാം. ചിലപ്പോൾ ആ വഴിക്ക് പോകണ ഏതെങ്കിലും കസ്റ്റമർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയാൽ നമുക്ക് ലാഭമാണേ. ഡയറക്റ്റല്ല കാശ് കിട്ടുന്നത്, കമ്മീഷൻ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് 1/2 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഹോം ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് മറ്റേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എനേബിളിൽ നിന്ന് അടിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ അത് സെറ്റായി. ഓക്കെ, ഇനി 30 മിനിറ്റ് ഉണ്ട്. എന്താ കണ്ടില്ലേ, 30 മിനിറ്റ് സമയമുണ്ട് യാത്രയിൽ. അതിനുള്ളിൽ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ വീണ്ടും ഡെസ്റ്റിനേഷൻ ഇട്ട് വീണ്ടും 30 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇതാവും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1351 യൂബറിലും 317 യാത്രി. അപ്പോൾ എത്രയായി? 317 യാത്രയിലും 651 നമ്മുടെ ഒലയിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2200 സംതിങ് അങ്ങാണ്ടും കിട്ടിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമുക്ക് അടുത്ത ഓട്ടം കിട്ടുമെന്ന് നോക്കാം, അതോ ഇന്നലത്തെ പോലെ കാലടിച്ച് പോകേണ്ടി വരുമോ നോക്കാം. എന്തായാലും ഇപ്പോൾ സമയം ആവണുള്ളൂ, 7:15 നമുക്ക് എന്തായാലും 8 മണി വരെ ഞാൻ ഇവിടെ നിൽക്കും. അപ്പോൾ ഇന്ന് നമ്മൾ 8 മണിക്കുള്ള ഇറങ്ങിയത്. അപ്പോൾ 8 മണി വരെ മാക്സിമം നിൽക്കും. അത് കഴിഞ്ഞാൽ ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ പതിയെ മൂവിങ് ചെയ്യും. മൂവ് ചെയ്യണ സമയത്തും ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ എന്തിട്ടും നമുക്കത് എടുത്തിട്ട് പോവാം. എന്തായാലും പോകുന്ന വഴിക്ക് ഉണ്ടാവുള്ളൂ ട്രിപ്പ്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് എങ്ങോട്ടേക്കല്ല, അടുത്ത ട്രിപ്പ് എപ്പോഴാണ് കിട്ടണേന്ന് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട ഹോം ഡെസ്റ്റിനേഷൻ ടൈം ഔട്ട് കഴിഞ്ഞുകൊണ്ട് അത് അവർ റിമൂവ് ചെയ്ത്. അപ്പോൾ വീണ്ടും നമ്മൾ ഹോം ഡെസ്റ്റിനേഷൻ ഇടണേണ്. ആവുമെന്നറിയില്ല, നോക്കാം. ആയിട്ടുണ്ട്. അപ്പോൾ ഓല ക്യാബ് ഓൾറെഡി അത് റിമൂവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അത് എനേബിളാക്കി. ഓല ക്യാബിൽ യാത്രയിൽ പോയി മറ്റേ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് ക്യാൻസലായി. യാത്ര വെറുതെ ഓൺലൈനായിട്ട് കിടക്കുകയാണ്. അതിനകത്ത് പിന്നെ നമുക്ക് റേറ്റിങ്ങിൻ്റെ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ ഇപ്പോൾ സമയം 8:45 അപ്പോൾ പതിയെ നമുക്ക് വീട്ടിലേക്ക് മൂവ് ചെയ്യാം. പോകുന്ന വഴിക്ക് ട്രിപ്പ് കിട്ടുമോ നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. പോകുന്നവർക്ക് ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. കാരണം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എങ്ങനെയായാലും 9:10 മണിയാവും. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ചായ കുടിക്കാൻ നേരെ ഭക്ഷണം കഴിച്ച് നേരെ കിടന്നിട്ട് ഉറക്കണം. അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി. വണ്ടി പാർക്കണ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതെ വീട്ടിലെത്തി. ഇപ്പോൾ ടൈം ഇപ്പോൾ 9:30 അപ്പോൾ വരുന്ന വഴിക്ക് ചായ കുടിച്ചായിരുന്നു. ഇപ്പം ഇന്ന് ഓടിയ കിലോമീറ്റർ നമുക്ക് നോക്കാം. ഇന്ന് 128 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 128 കിലോമീറ്റർ ഇന്ന് ഓടിയിട്ടുണ്ട്. അപ്പോൾ എന്തുട്ടാണ് മൊത്തം വരുമാനം നോക്കുകയാണെങ്കിൽ യൂബറിൽ 1351, പിന്നെ ഓല ക്യാബിൽ നോക്കട്ടെ കേട്ടോ. ഓല ക്യാബിൽ 641 രൂപയും യാത്രയിൽ 300 എങ്ങാണ്ട് വരുന്നല്ലോ.
ഞാനാണെങ്കിൽ എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാമത് വീണ്ടും കാണിച്ചു തന്നെയാണ്. ഇതെന്താണോ അതിൻ്റെ യാത്രി കോയിൻസാ? ആഹാ, പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ യാത്രയിൽ, പുതിയ അപ്ഡേഷനൊക്കെ. റെഫറല്ലേ കോയിൻസ് ഇടാനായിട്ട്. ആരും റെഫർ ചെയ്യാം നമ്മളൊക്കെ. അപ്പം 317 രൂപ യാത്രയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് കിലോമീറ്ററിന് എത്ര വെച്ച് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ 2300 ഭാഗം 128 കിലോമീറ്ററും. അപ്പം ഇന്ന് നമുക്ക് 17 രൂപ സംതിങ്, അതായത് 17 രൂപ കൂട്ടാം. 17 രൂപ വെച്ച് കിലോമീറ്ററിന് വന്നിട്ടുണ്ട്, ടോട്ടൽ കിലോമീറ്ററിന്. അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഇന്ന് പക്ഷേ ഇന്നലത്തെ പോലെ തന്നെ എടപ്പള്ളിയിൽ നിന്ന് കാലടിച്ച് വരേണ്ടി വന്നു. ഇന്നലെ പിന്നെ എറണാകുളത്ത് നിന്ന് കാലടിച്ച് വന്നു. ഇന്നിപ്പോൾ എടപ്പള്ളിയിൽ നിന്നായിപ്പോയി. പക്ഷേ വന്ന വഴിക്ക് ഒരു ട്രിപ്പ് പോലും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ നാളെ ശനിയാഴ്ചയാണ്. നാളെ നല്ല ട്രിപ്പായിരിക്കും. നാളെയും ഞായറാഴ്ച നല്ല ട്രിപ്പായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എന്ന് സ്വന്തം മെൻസി ക്യാപ്സ്.